ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബിറ്റോയിലെ ഒരു മൂന്നാമത്തെ പാർട്ടാണ്. ഇതിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈക്കിന്റെ ഒക്കെ ഒരു പ്രൈസിൽ കൊണ്ടാൻ പറ്റുന്ന അത്യാവശ്യം ബഡ്ജറ്റ് കാറുകളും മൈലേജ് കാറുകളുടെ നല്ലൊരു കളക്ഷനാണ്. അത് നമുക്ക് ഇതാവണം എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളുണ്ട്. മാക്സിമം നമ്മൾ പ്രൈസ് കുറച്ചിട്ട് നാനോ അടക്കം 800 ഇയോണൊക്കെ അടക്കമുള്ള ചെറിയ ചെറിയ പ്രൈസിലുള്ള വാഹനങ്ങളാണ്. അപ്പോൾ നമ്മളെ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഫ്സൽ ഖാന്റെ നമ്പറിന് 9746 നമ്പർ നമുക്ക് ബാൻ ആയിട്ടുണ്ട് വാട്സപ്പ്. അപ്പോൾ ആർക്കെങ്കിലും റിക്കവർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളി. ബാക്കിയുള്ള നമ്പറിലൊക്കെ നമുക്ക് വാട്സപ്പ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അഫ്സൽ ഖാൻ നമ്മൾ ഇത് മലപ്പുറം മഞ്ചേർ റൂട്ടിൽ പാണായി സോദിപ്പടി. യെസ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് 2018 മുതൽ 19 റേസർ. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മൈലേജ് തന്നെയാണ്. ഓട്ടോമാറ്റിക് കൊണ്ടുവന്ന കൂടെ നമുക്ക് 20-22 മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക്കില് നല്ല കിടില ഒരു വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നല്ല കിടുക്കാച്ചി അയച്ചാണ്. നല്ല ഐക്കോണിൽ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വണ്ടിയില്ല. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? 138. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ്. എത്ര രൂപ കൊടുക്കാൻ പറ്റുന്നത്? നമുക്ക് 5-6 കൊടുക്കാം. 5-6 ഏകദേശം ലോണ് നമുക്ക് ഒരു 10-50 ഇറക്കാം. 10-50 വണ്ടി ഇറക്കാം. 24 വരെ മൈലേജ് കിട്ടുന്ന ഡീസൽ ഓട്ടോമാറ്റിക് കിട്ടും. അടുത്താണ് വീണ്ടും നമുക്ക് അമേസ് ആണ്. ഇത് ഏതായിരുന്നു മോഡൽ കാര്യങ്ങള്? ഇത് 2019 ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓർഡർ 140. ഇത് നമുക്ക് ആ പറഞ്ഞ അതേ കാറ്റഗറിയാണ്. മൈലേജ് പ്ലസ് കംഫർട്ട് നോക്കുന്നവർക്ക് നല്ലൊരു കിടിലം വണ്ടിയാണ്. നല്ല സ്പേഷ്യസ് ആണ്, സെഡാൻ ആണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടിലം വണ്ടിയാണ്. നമുക്ക് മൈലേജും കിട്ടും. അഡീഷണൽ ആഫ്റ്റർ മാർക്കറ്റ് അലോയൊക്കെ ആഡ് ഓൺ ചെയ്ത വണ്ടിയാണ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 140. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 60 അല്ലേ? 10-50 ഇറക്കാം വണ്ടി ഇറക്കാം അല്ല. അടുത്തൊരു എത്തിയോസ് ലിവയാണ്. എങ്ങനെയായിരുന്നു മോഡൽ? 2013 മോഡല്. ഡീസലാണ്. തേർഡ് ഓണർ. ക്വാളിറ്റി വണ്ടിയാണ്. 3.5 രൂപ അല്ല. എന്തായാലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. GD ആണ്. നമുക്ക് അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. 3.5 രൂപയ്ക്ക് 19 രൂപ വണ്ടി ഇറക്കാം അല്ല. അടുത്തൊരു ഡാർക്ക് എഡിഷനിൽ വരുന്ന ഒരു നെക്സോൺ ആണ്. അത് നല്ല അടിപൊളി ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ അടക്കം സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന വണ്ടിയാണ് അല്ലെ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2022 മോഡല്. 22 മോഡല്. സിംഗിൾ ഓണർ. ഡീസലാ പെട്രോളോ? ഡീസലാണ് അല്ലെ. അത്യാവശ്യം 18 രൂപ മൈലേജ് കിട്ടും. 890 കൊടുക്കാം. ലോൺ ഫുൾ കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാം. 890 ഫുൾ ലോൺ കേട്ടോ. അതെ. അടുത്ത വീണ്ടും നമുക്ക് എത്തിയോസ് ലിവന്നെയാണ്. അടിപൊളി കളറാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2017 സിംഗിൾ ഓണർ VX3. 2017 മോഡൽ കൂടി വണ്ടിയാണ്. പ്ലാറ്റിനം ടൈപ്പ് ഒറിജിനൽ വരുന്നുണ്ട്. 70 ഓടിയിട്ടുണ്ട്. കേരള വണ്ടിയാണോ? കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. നമുക്ക് ഈ ഒരു കളർ അന്ന് കുറച്ച് ട്രെൻഡിങ് ആയിരുന്നു അല്ലെ. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. എത്ര രൂപ കൊടുക്കാം? ഇത് നമുക്ക് 660 കൊടുക്കാം. 660 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. അടുത്ത നാനോ ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2017 സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക് നാനോ. ഓട്ടോമാറ്റിക് നാനോ. അപ്പൊ നമുക്ക് ലേഡീസിനൊക്കെ ചെറിയ ഒരു ബഡ്ജറ്റില് ഒരു ഓട്ടോമാറ്റിക് വാഹനമുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ 1 താഴെ ഓടിയിട്ടുള്ളൂ. എത്ര രൂപ കൊടുക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് 1.5 രൂപ കൊടുക്കാം. 1.5 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. അപ്പോൾ അതാണ് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. 2012 ഇയോണ് നമുക്കൊരു 1.20 കൊടുക്കാം. 1.20 കൊടുക്കാം അല്ലേ. ഏകദേശം നമുക്ക് ഫുൾ ഓണൊക്കെ ചെയ്യാൻ പറ്റില്ല. ലോൺ ഫുൾ ചെയ്യാം. നമുക്ക് ലോണും ചെയ്യാം. അപ്പോൾ അതാണ് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് നമുക്കൊരു വണ്ടി നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഓൾട്ടോ ഇത് എങ്ങനെയാണ്? 2012 LXi എക്സ്ചേഞ്ച് എന്ന സാധനമാണ്. ചെറിയ വൃത്തിയാക്കാൻ കുടിച്ചാൽ നമുക്ക് 1.10 കൊടുക്കാം. 1.10 12 വണ്ടി. അതെ. അടുത്തൊരു സാൻഡ്രോ ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2012 മോഡല്. ഇത് നമുക്ക് 1.20 കൊടുക്കാം. 1.20 സാൻഡ്രോ. അതെ. പേപ്പറൊക്കെ ഫിറ്റ് അല്ലേ? പേപ്പറൊക്കെ ഫിറ്റ്. അടുത്തൊരു ചെറിയ ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ ആണ്. മോഡൽ കൂടിയ വണ്ടിയാണ്. റെനോയുടെ 2019-20 സിംഗിൾ ഓണർ 60,000 ഡ്രൈവർ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? ഇത് 60,000 കിലോമീറ്റർ. ഇത് നമുക്കൊരു 390 കൊടുക്കാം. 390 ഫുൾ ലോണ് 7 സീറ്റർ വണ്ടി കേട്ടോ. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഫുൾ ലോണിൽ ചെയ്യാം. 7 സീറ്റർ ആണ് മോഡല്. അടുത്തൊരു ഓട്ടോമാറ്റിക് വാഗണർ 2018 സിംഗിൾ ഓണർ 50,000 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക്. ഓക്കെ. നമുക്കൊരു 360 കൊടുക്കാം. 360 ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? ഗ്യാരണ്ടി അറിയാം. ഓട്ടോമാറ്റിക് ആണ്. അത് നമുക്ക് 50,000 താഴെ ഓടിയിട്ടുള്ളൂ. ഒരു മാക്സിമം ഒരു 19 രൂപ വണ്ടി ഇറക്കും. അടുത്ത നമുക്ക് വീണ്ടും ഒരു എത്തിയോസ് ലിവ് തന്നെയാണ്. എത്തിയോസ് ലിവ് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. 2013 മോഡല് റിയാണ്. ഇത് നമുക്ക് 290 കൊടുക്കാം. 290 ഏകദേശം ലോണൊക്കെ എത്ര? 50 രൂപ ഇറക്കാം. 50 രൂപയിൽ സുഖമായിട്ട് ഇറക്കാം. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല നീറ്റാണ് വണ്ടി വരുന്നത്. അത് വീണ്ടും ഒരു എത്തിയോസ് ലിവ് ആണ്. ഡുവൽ ടൂൺ ആണ്. 2012 മോഡല്. പ്ലാറ്റിനം ടൈപ്പിലേക്ക് കൺവേർട്ട് ഒക്കെ ചെയ്ത 4 പുത്തൻ ടയർ ബക്കറ്റ് സീറ്റ് ഒക്കെ ആക്കിയാണ്. 2.25 കൊടുക്കാം. 2.25 ഏഷ്യൻ ട്രാക്ക് ഒക്കെ ഒരു 19 രൂപയ്ക്ക് നമുക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാം. അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു വാഹനം കേട്ടോ. അടുത്ത റിഡ്സ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2012 മോഡല്. ഡീസലാണോ? ഡീസൽ. 2 രൂപ കൊടുക്കാം. നമുക്ക് 2 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം.
ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഒരു 50-60 കണ്ടി ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാറുണ്ട്. അടുത്ത നമുക്കൊരു ഹോണ്ട ജാസ് 2018 മോഡല് 3rd ഓണർ ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ഫുൾ ഓൺ 490 ഫുൾ ഓൺ കൊടുക്കാം നമുക്ക്. 490 അത് നമുക്ക് ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അത്യാവശ്യം നമുക്ക് മൈലേജ് ഒക്കെ നോക്കുമ്പോൾ 18 രൂപ മൈലേജും കിട്ടൂല. അതെ. അടുത്ത വീണ്ടും നമുക്കൊരു സിറ്റിയാണ്. സിറ്റി നമുക്ക് ലാസ്റ്റ് പാർട്ടിലൊക്കെ നമുക്ക് അടിപൊളി സിറ്റി പരിചയപ്പെട്ടു. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2017 മോഡല് 40,000 കിലോമീറ്റർ. ഡീസലാണോ പെട്രോൾ ആണ്? പെട്രോൾ ആണ്. തീരുണ്ടാവില്ല അല്ലെ? 6 രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപ ഫുൾ ഓൺ. ഫുൾ ഓണിൽ നമുക്ക് ഫുൾ ഓൺ കേട്ടോ. അടുത്ത വീണ്ടും നമുക്ക് എത്തിയോസ് ആണ്. എത്തിയോസ് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടല്ലോ. 2017 മോഡല് സെക്കൻഡ് ഓണർ പെട്രോൾ ആണ്. ഇത് നമുക്ക് 4.5 രൂപ കൊടുക്കാം. ഫുൾ ഓൺ കൊടുക്കട്ടോ. 4 രൂപ അതും ഫുൾ ഓൺ അല്ലേ? കേരള വണ്ടിയാണത്? ആ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. അടുത്താണ് നമുക്ക് പുതിയ മോഡല് കേട്ടനാണ്. ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക്. എങ്ങനെയായിരുന്നു മോഡല്? 2024 മോഡല്. ഇത് കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് 4.5 ലക്ഷം രൂപ ഫുൾ ഓൺ കൊടുക്കാം. 4 ലക്ഷം രൂപ അത് ഫുൾ ഓൺ കേട്ടോ. അപ്പൊ അതാണ് ഓട്ടോമാറ്റിക് ആണ്. അത് ചെറിയ ബഡ്ജറ്റ് 2010 പുതിയ പേപ്പർ എടുത്ത ഷിഫ്റ്റ് ഡീസൽ വണ്ടി. എത്ര രൂപ കൊടുക്കാം? ഇത് നമുക്ക് 2 രൂപ കൊടുക്കാം. 2 രൂപ ചെറിയ മാറ്റങ്ങളൊക്കെ പറ്റി കൊടുക്കാം. ഓക്കെ. ഇവിടെ എല്ലാ വണ്ടികളും എക്സ്ചേഞ്ചും എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ. ബൈക്കിന് എക്സ്ചേഞ്ച് എടുക്കും? എല്ലാം എടുക്കും. ബൈക്കിന് എടുക്കും. ബൈക്ക് ലോറൊക്കെ എടുക്കും. അപ്പോൾ നമ്മളെ ബിറ്റോയിലാണ്. അപ്പോൾ ഏത് വാഹനങ്ങളായിട്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ മലപ്പുറം മഞ്ചേരി റോഡിൽ പാണായി സൗത്ത്പടി. മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോയിൽ നമ്പർ കണ്ടിട്ടോ 9746 നമ്മളെ നമ്പറിൽ വാട്സപ്പ് ഇല്ല, ബാൻ ആയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ആരെങ്കിലുമൊക്കെ ബാനിങ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളി. നല്ലൊരു ഗിഫ്റ്റ് നമ്മൾ തരുന്നതാണ്. അപ്പോൾ നമുക്ക് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. റിയാസൻ അഫ്സൽക്ക സൈനിങ് ഓഫ്.